ക്യാമറ ആക്ഷൻ. അല്ല മലയാളിയാണോ? അയ്യോ പുള്ളി മലയാളിയാ. യുവാക്കളുടെ അന്തർധാര പലരുടെയും മനസ്സിൽ എന്തോന്ന് മനസ്സിലായില്ല. ഓക്കെ, എല്ലാരും ടിവിയിൽ വരും. ചിരിക്കല്ലേ ചിരിക്കല്ലേ. കൊച്ചിയുടെ നൈറ്റ് ലൈഫ് മൊത്തം യൂത്താ. അങ്ങനെയാണെങ്കിൽ യൂത്തിന്റെ പൾസ് അറിഞ്ഞൊരു ചോദ്യമായിരിക്കണം ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. എന്ത് ചോദിക്കും? അങ്ങനെയാണേ വോട്ട് ചെയ്യുമ്പോഴുള്ള മാനദണ്ഡം കൊടിയുടെ നിറമാണോ കഴിവാണോ എന്ന് ചോദിക്കാം. ബെസ്റ്റ് ചോദ്യം. കമോൺ. ഈ കൊടി നോക്കി കുത്തുന്നവരോട് എന്താ പറയാനുള്ളത്? അവരോട് പ്രത്യേകിച്ച് അതും അതിൽ നല്ല ആൾക്കാരുണ്ട്. ആശയപരമായിട്ട് അതും ജനങ്ങളെ സേവിക്കാനുള്ള ആശയമാണ് എല്ലാവർക്കും എന്ന് വെച്ചെങ്കിൽ അതിനാണ് നല്ലത്. കൊടി നമ്മൾ നോക്കി വോട്ട് ചെയ്യരുതല്ലോ ഒരിക്കലും. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ കഴിവാണല്ലോ. അപ്പം നമ്മളിപ്പോഴും കഴിവ് ഡിപ്പെൻഡ് ചെയ്ത് വോട്ട് ചെയ്യണം. നമുക്ക് നാട്ടിൽ വികസനം അങ്ങനെ കാര്യങ്ങളാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഒരിക്കലും പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത്രേ ഉള്ളൂ. വോട്ട് ചെയ്യുന്ന സമയത്ത് കൊടിയാണോ കഴിവാണോ മാനദണ്ഡം? വോട്ട് കുത്തുമ്പോ കഴിവ് കണ്ടിട്ടാണ് ആണ്. നല്ല പാർട്ടി ഒക്കെ കഴിവ് തന്നെ. കഴിവ് നോക്കാണ് വോട്ട് ചെയ്യുന്നത്. ആൾക്കാരെ നോക്കിയാണ് ചെയ്യുന്നത്. പാർട്ടി നോക്കി ചെയ്തിട്ടില്ല. പാർട്ടി നോക്കി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോ ആരും ജയിച്ചാലും കണക്കാൻ മതി. തീർച്ചയായിട്ടും കഴിവാണ്. എന്തൊക്കെയാണ് നോക്കാറുള്ളത്? കാരണം എന്തായാലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ഓവർകം ചെയ്യാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുന്ന വെച്ചാൽ അതായിരിക്കും നമ്മളുടെ പ്രിഫറൻസ്. പാർട്ടി നോക്കി വോട്ട് ചെയ്തിട്ടില്ല? ഒട്ടുമില്ല. കഴിവാണ്. എന്തൊക്കെ കഴിവ് വേണം നമ്മൾ ഒരാൾക്ക് വോട്ട് കുത്തണം എന്ന് തീരുമാനിക്കണമല്ല? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാലോ, എന്താ ഇപ്പോൾ ഒരു എലക്ഷൻ വരുന്ന സമയത്ത് ആര് കയറിയാലാണ് നമുക്ക് നല്ലത് എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. കഴിവ്. ഇതുവരെ പാർട്ടി നോക്കി വോട്ടിട്ടുണ്ടോ? ഇല്ല. കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ വ്യക്തി നമുക്ക് കിട്ടിയില്ല. നമ്മള് ആ വ്യക്തികളുടെ ഓരോ വ്യക്തികൾ എങ്ങനെയാണ് അവരുടെ നാച്ചുറൽ അനുസരിച്ചിട്ട് നമ്മൾ നോക്കണം. കാരണം പാർട്ടി ബേസ് ആയിട്ട് നമ്മൾ നോക്കുന്നില്ല. വ്യക്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അവർ ജയിച്ചു വന്ന പാർട്ടി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ വ്യക്തികൾ എന്ത് ചെയ്യുന്നു ഞാൻ അത് മാത്രം നോക്കും. കൊടി നോക്കിയാണ് കുത്താറ്? ഇല്ല. ആളുകളുടെ കഴിവ് നോക്കിയാണ് കുത്തുന്നത്? അതെ, കഴിവ് നോക്കിയാണ്. അപ്പൊ പുതിയൊരാള് നിൽക്കുമ്പോ നമ്മൾ എങ്ങനെ അവരുടെ കഴിവ് തിരിച്ചറിയാം? ഇപ്പൊ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ? ആ കഴിവ് വാഗ്ദാനം നോക്കി ചെയ്യും. വാഗ്ദാനം സ്വാധീനിക്കും. അതപ്പോഴത്തെ സാഹചര്യം നോക്കിട്ട് കുത്താക്ക്. എന്ത് സാഹചര്യമായിരിക്കും? അതാ അപ്പോഴത്തെ എന്താ വരുന്നേ അപ്പോഴത്തെ കാത്തിരിക്കുകയാണ്. അതന്നെ. കമ്മിങ് സൂൺ. 8 പേരടങ്ങുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരാൾക്ക് വോട്ട് കുത്തുമ്പോൾ കൊടിയാണോ കഴിവാണോ മാനദണ്ഡം? കഴിവ്. എന്താണ് ആ കഴിവ്? എന്ത് നോക്കിയായിരിക്കും ഇവന് കഴിവുണ്ട് ഇവന് കുത്താം എന്ന് തോന്നുന്നു? ഒരു സൊസൈറ്റിക്ക് ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും നോക്കാം. ആളുകളെ നോക്കിയിട്ട് ആൾക്കാർക്ക് നല്ലത് ചെയ്യണം. ആദ്യം ചെയ്യാ അത് ഇത് ചെയ്യാതെ പറഞ്ഞ കാര്യം ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ കാണാതെ മുങ്ങിയടക്കം അങ്ങനെ എപ്പോഴും ഒരേപോലെ നിൽക്കണം. ആരും ഭരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, പിന്നെ വോട്ട് ചെയ്യുന്നില്ല. കഴിവാണ്. ഒരു പറഞ്ഞൊന്നും പാലിക്കൂല. ഡെമോക്രസി ഇല്ല. ഓർക്ക് വേണ്ട ലാഭത്തിന് ഓരോതിനനുസരിച്ച് മാറ്റും. കഴിവിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് അവസരങ്ങൾ ലഭിക്കേണ്ടത്. അല്ലാതെ കൊടിയുടെ നിറത്തിന്റെയോ അല്ലെങ്കിൽ ചിഹ്നത്തിന്റെയോ ബലത്തിൽ ഒരാളെ വോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതങ്ങനെ തന്നെ ആവണം. താത്വികമായ ഒരു അവലോകനമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. യുവാക്കളുടെ അഭിപ്രായം അനുസരിച്ച് വോട്ടിങ്ങിന്റെ മാനദണ്ഡം കഴിവ് തന്നെയാണ്. പ്രഥമ ദൃഷ്ടിയാൽ ഇവർ അകൽച്ചയിലാണ്. എന്നാൽ കഴിവും പാർട്ടിയുടെ കൊടിയും തമ്മിലുള്ള അന്തർധാര അത് സജീവമാണ്. റാഡിക്കലായ ഒരു മാറ്റമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ചോദ്യമായി കാണാം. സൈനിങ് ഓഫ് സിയ സുസൈൻ, സരിക സജി. ബൈ ബൈ.